ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റാൻഡം വ്ളോഗാണ് കേട്ടോ. വേണമെങ്കിൽ ഇതൊരു മൺഡേ ടു ഫ്രൈഡേ വ്ളോഗ് എന്നും പറയാം. അപ്പം മൺഡേ ടു ഫ്രൈഡേ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഞാനൊന്ന് ഫിലിം ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പം ഫസ്റ്റ് മൺഡേ മോർണിംഗിൽ തന്നെ തുടങ്ങാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നേരെ നമുക്ക് ഓഫീസിലേക്ക് പോകണം. ഇന്ന് കുറച്ചധികം ടൈം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഷൂട്ട് ചെയ്തത്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഫസ്റ്റ് തൊട്ട് നമ്മൾ മേക്കപ്പ് ഇടുന്നത് തൊട്ടിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളത്. ഞാൻ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഓഫീസിലേക്ക് ഡെയിലി ഇങ്ങനെ റെഡി ആവുന്നതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ണ് എഴുതുക എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് വലിയൊരു ടാസ്ക്കായി മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ എഴുതിയാലും ഇത് ശരിയാവുന്നില്ല. പക്ഷേ ഞാൻ ഈ കണ്ണ് എഴുതാൻ ഏകദേശം എൻ്റെ 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴും അതങ്ങോട്ട് കറക്റ്റായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നേരെ ഇങ്ങനെ മിററിൻ്റെ മുന്നിൽ ഇത്രയും അടുത്ത് നിന്നാൽ മാത്രമാണ് എനിക്ക് കണ്ണൊന്ന് പ്രോപ്പറായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ ഇതെനിക്ക് ഒരുപാട് ടൈമും കൂടി കൺസ്യൂം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണെഴുതുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അധിക ദിവസങ്ങളും കണ്ണെഴുതാണ്ടാണ് പോണത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കണ്ണെഴുതുക എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു പിക്ചറൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കണ്ണെഴുതുക എന്ന് പറയുന്നത്. അതൊരു വലിയ ടാലൻ്റാണ്. ഞാൻ കണ്ണെഴുതുന്നത് കണ്ട അപ്പം തന്നെ ഐറൂനും കണ്ണെഴുതണം കേട്ടോ. അപ്പോൾ അവളും ഇതാ ഐലൈനറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അവൾക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാറില്ല. ഇതേപോലെ ഏതെങ്കിലും കാജലാണ് കേട്ടോ അവൾക്ക് യൂസ് ചെയ്യാറുള്ളത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണെഴുതുന്നത് മാത്രമല്ല ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും അവൾക്കും വേണം കേട്ടോ. അതിനുശേഷം ഞാനും എൻ്റെ ഹെയർ കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ ഹെയർ ഇപ്പം ഭയങ്കര ഷോർട്ട് ആയതുകൊണ്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ ഹെയറൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഇങ്ങനെ അഴിച്ചിട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇപ്പം കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുകയോ എന്തിനാണ് ഞാൻ മുടി വെട്ടിയത്, കുറച്ചും കൂടി വളർത്തായിരുന്നു, കുറച്ചും കൂടി നീളം വെപ്പിക്കായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതായത് നമുക്ക് ഭയങ്കര ഹെയർ ഫോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും വിഷമം വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ എല്ലാ ദിവസവും കുളിക്കാറില്ല. ഞാൻ വീക്ക്ലി വൺസൊക്കെയാണ് കുളിക്കുന്നത്. എന്നിട്ടും ഹെയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹെയർ ഫോളോ അല്ലെങ്കിൽ ഹെയർ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കാണുന്ന ഒരുവിധം എല്ലാവർക്കും ഹെയർ ഫോള് നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അമ്മ രാവിലെ ഒരു ജഗ് പോലത്തെ ഗ്ലാസ്സിൽ ഇതേപോലെ കുറേ ചായ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഞാനും ഒരു ചായ ലവറായതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ഇത് കംപ്ലീറ്റ് കുടിച്ച് തീർക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു 3-4 ചായയെങ്കിലും രാവിലെ കുടിക്കും കേട്ടോ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് ഞാൻ രാവിലെ കൂടുതലും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വയറ് ഫുള്ളായ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും തോന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ സമയമുള്ളത് കൊണ്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഇവിടെ വെച്ചിട്ടാണ് പോകാറുള്ളത്. അതിന് എനിക്ക് അമ്മേൻ്റെ അടുത്ത് നന്നായിട്ട് ചീത്തയും കേൾക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ, നമുക്ക് ലേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ പാത്രങ്ങളും അവിടെ തന്നെ വെച്ചിട്ട് പോകും. അമ്മ നന്നായിട്ട് തന്നെ വഴക്കം പറയാറുണ്ട്, അങ്ങനെ പാത്രങ്ങൾ അവിടെ തന്നെ വെച്ച് പോകരുതെന്ന് എപ്പോഴും പറയും കേട്ടോ. സത്യമാണ്, അങ്ങനെ വെച്ച് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മളെല്ലാവരും അത് നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓഫീസിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. ഒരു ഏകദേശം 10:30 ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ നമ്മൾ നേരെ ഓഫീസിലെത്തി. വേറെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഡ്രൈവ് ചെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ പ്രോ ആയിട്ടില്ല ഡ്രൈവിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ എടുത്ത സൈഡിലേക്ക് മാറ്റി വെച്ചു. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയി തട്ടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് ഓഫീസിലെത്തി നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കണമായിരുന്നു. കാരണം ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങും. എനിക്കിന്ന് ഒരു സ്ഥലം വരെ പോകാനായിട്ടുണ്ട്. അപ്പം ഒരു ചായയൊക്കെ വാങ്ങിക്കൊടിച്ചു. കാരണം എനിക്ക് നല്ല തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഡാൻസ് ക്ലാസ്സിലാണ്. ഞാനിപ്പം ഡാൻസിന് ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോഴാണ് അറിഞ്ഞത് ടീച്ചർ വീണിട്ട് ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളത്. അർച്ചു ആണെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഏകദേശം ഞാനൊരു ½ ആൻ അവർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നു. ടീച്ചർ വീണ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് നേരം പോസ്റ്റ് അടിച്ചെങ്കിൽ കൂടിയിട്ട് അർജു ആ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ പോയിട്ട് അമ്മേനെ പിക്ക് ചെയ്തിട്ട് നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ദുബായ് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഞാൻ ഹോം ടൂർ ചെയ്തപ്പോഴത്തേക്കും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുബായ് സൗത്ത് എവിടെയാണ്, ഇങ്ങനെയാണ് സ്ഥലം, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്താണ് കേട്ടോ പുതിയ എയർപോർട്ട് വരാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ അമ്മ ഇതാ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വിളിച്ചപ്പം അമ്മ വന്ന് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് കരാമയിലേക്കാണ് കേട്ടോ. കരാമ പോയിട്ട് നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കരാമ പോകുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഡെലിവറി ബോയിനെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ
അവിടേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മളെ കണ്ണിൽപ്പെട്ടത്. ഇത് ആക്ച്വലി അർജു ഐറുവിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കുറേ ആയിട്ട് അവൾ സ്പൈഡർമാൻ ഫാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാഗും അതേപോലെ തന്നെ മാസ്കും ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സ് അവൾക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വില കിട്ടി ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയിട്ടോ. വെറും 30 ദിറംസേ ഉള്ളൂ. അത് ഓഫർ കഴിഞ്ഞിട്ട് 2 ദിറംസ് എന്തോ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയും വില കുറവിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഭയങ്കര അടിപൊളി ക്വാളിറ്റിയിലുള്ള ബാഗും അതേപോലെ മാസ്ക് കേട്ടോ. ശരിക്കും ഈ വലിയ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോലത്തെ മാസ്ക് കേട്ടോ. ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു മാസ്ക് ആയിരുന്നു. ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു മാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു വിലയ്ക്ക് കിട്ടിയത് ഭയങ്കര നല്ല പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ടിമോന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പം സ്പൈഡർമാൻ ഫാനാണ് കേട്ടോ. കുറച്ച് നേരം അവളിങ്ങനെ സ്പൈഡർമാൻ്റെ ഓരോരോ പോസസും കാര്യങ്ങളൊക്കെ കാണിക്കായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ആ ബാഗും ഭയങ്കര അടിപൊളി ക്വാളിറ്റിയിലുള്ള ബാഗായിരുന്നു കേട്ടോ. ശരിക്കും കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ പോലത്തെ ബാഗായിരുന്നു. അത്യാവശ്യം കപ്പാസിറ്റി ഹോൾഡ് ചെയ്യുന്ന പോലത്തെ ബാഗായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തുള്ള സ്പൈഡർമാൻ്റെ ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫൈബർ പോലത്തെ സംഭവം വെച്ചിട്ടാണ് കേട്ടോ മേക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഐറ്റം ഭയങ്കര വർത്തായിട്ട് ഫീൽ ചെയ്തു. അതും ഈ ഒരു പ്രൈസിന് ഭയങ്കര വർത്തായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ടിമോയിൽ ഇതേപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ അതിൽ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ കരാമയ്ക്ക് ഇറങ്ങിയ ടൈം ഒട്ടും നല്ലതല്ലായിരുന്നു കേട്ടോ. കാരണം ഫുള്ള് ബ്ലോക്കായിരുന്നു. കുറേ നേരം നമ്മൾ ബ്ലോക്കിൽ പെട്ടുപോയിട്ടോ. 1.5 മണിക്കൂർ എത്തി നമ്മൾ കരാമ എത്തുമ്പോഴത്തേക്കും. ഇന്ന് കുറേ അധികം വർക്കും കാര്യങ്ങളൊക്കെ റോഡിൽ നടക്കുന്നുണ്ട്. അപ്പം കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് ഇങ്ങനെ വണ്ടികളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലാവും ദുബായിൽ എത്ര വണ്ടികളുണ്ട് എന്നുള്ളത്. അത്രയും അധികം തിരക്കായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 30 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ എത്തുന്ന സ്ഥലം ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ എത്താൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ടും ടയേർഡായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചടപ്പാവുമല്ലോ നമുക്ക് ഇത്രയും ബ്ലോക്ക് കിട്ടുമ്പോഴത്തേക്കും. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇത് മധുര വിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആണ്. അവിടുന്ന് ഞാൻ ഒരു പ്രോൺസ് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ പ്രോൺസ് ബിരിയാണി. നമ്മളിവിടെ സ്ഥിരമായിട്ട് വന്ന് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒരിടയ്ക്ക് ഇവിടെ ഭയങ്കര ഡള്ളായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് കുറേ ഫുഡിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. അവർ ഇവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ മാറി എന്നാണ് പറയുന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് സെക്കൻഡ് ഡേ ആണ്, അതായത് ട്യൂസ്ഡേ. ഇന്ന് എനിക്ക് റിയൽ എസ്റ്റേറ്റ് സർവീസ് ട്രസ്റ്റി ഓഫീസിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ടൈറ്റിൽ ഡീഡ് എൻ്റെ പേരിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ സിസ്റ്റത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടോക്കനൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിനി നമ്മളെ വിളിക്കണം എപ്പോഴാണ് ചെയ്യാൻ പറ്റുകയെന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ് ഇവിടെ. നമുക്കിങ്ങനെ പുഴുക്കത്തിലിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അത്രയും ഭയങ്കര ആവി പിടിച്ച പോലെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. ഇന്നിപ്പം ഈവനിങ് ദോശയാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ദോശയ്ക്കുള്ള മാവൊക്കെ ഓൾറെഡി റെഡിയാണ്. നമ്മളിതെല്ലാം റെഡിമെയ്ഡായിട്ട് മേടിക്കാറാണ് പതിവ്. ഇവിടെ മാവ് അരച്ചിട്ടുണ്ടെങ്കിൽ എത്ര നമ്മൾ ടൈം വെച്ചാലും അതങ്ങനെ പൊന്തി വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മളിങ്ങനെ മാവ് റെഡിമെയ്ഡായിട്ട് മേടിക്കാറാണ് ഇപ്പം പതിവ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ അരച്ച് വെക്കാറുണ്ട്. പക്ഷേ അതിങ്ങനെ പൊന്തി വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉഴുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടേസ്റ്റ് വരും കേട്ടോ ഈ ഒരു ദോശയിലൊക്കെ. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന മാവാണ്. അപ്പം ദോശ ചുട്ടുകൊണ്ടിരിക്കുക. ഈ ദോശക്കല്ല് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങളിവിടെ ഏകദേശം 10-15 നോൺ സ്റ്റിക്കുകൾ മേടിച്ചിട്ടുണ്ടാവും. പക്ഷേ എപ്പോഴും അതൊരു 2 മാസം കഴിയുമ്പോഴത്തേക്കും ദോശ കിട്ടാണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇരുമ്പിൻ്റെ നമ്മളെ പണ്ടത്തെ ചട്ടി പോലത്തെ സംഭവം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ നന്നായിട്ട് ദോശ കിട്ടും കേട്ടോ. പക്ഷെ ഇത് മയക്കിയെടുക്കണം എന്ന് പറയും. അപ്പം നാട്ടിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഇത് മയക്കിയിട്ടൊക്കെയാണ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. വെയിലത്തൊക്കെ വെക്കണം എന്ന് പറയും. അങ്ങനെ മയക്കിയിട്ടാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് ദോശ കിട്ടാറുണ്ട്. ദോശ ചുടുന്നത് ഏറ്റവും വലിയൊരു കഴിവാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് പൊട്ടാണ്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. മെയിനായിട്ട് നമ്മളെ കല്ല് ഭയങ്കര നന്നാവണം. എന്നാൽ മാത്രമേ ദോശ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ പിറ്റേന്നത്തേക്ക് കൊണ്ടുപോകാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ്. കൊണ്ടുപോകാനല്ല, നമുക്ക് ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ട് വീട്ടിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ ഞാൻ തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ രാവിലെ അമ്മയ്ക്ക് ഈസി ആയിരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ചോപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചായി മേടിച്ചിട്ട്. അപ്പോൾ ഈ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് 2 വലി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഷ്ണങ്ങളായി ചെറിയ ചെറിയ കുട്ടി കുട്ടി കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഭയങ്കര ഈസി. അല്ലെങ്കിൽ ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കുക പറയുന്ന വലിയൊരു ടാസ്ക് പരിപാടി ആട്ടോ. അതും ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പിന്നെ ഈ ഒരു ചോപ്പറിന് ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അമ്മ ഈ പരിപാടിക്ക് നിൽക്കാറില്ല. അമ്മ പറയും എനിക്ക് കുറച്ചും കൂടി ഈസി മറ്റേ പോലെ അരിഞ്ഞെടുക്കുന്നതെന്ന് പറയും കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചോപ്പറിൽ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ കുട്ടി കുട്ടി കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ജസ്റ്റ് 2 വലി വലിച്ചിരുന്നാൽ മതി, അപ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നാളെ രാവിലെ നമുക്ക് എളുപ്പമായല്ലോ പണികളൊക്കെ. ഫ്രിഡ്ജിൽ ഇതേപോലെ നമ്മൾ എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. തലേന്ന് അതായത് പിറ്റേന്നത്തേക്ക് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസാണ് വേണ്ട അതൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിച്ചിട്ടോ. ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കനാണ്, അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടി ഞാൻ ഫുഡ് കഴിക്കുകയാണ്, രാത്രിത്തെ ദോശ. അങ്ങനെ ഡിന്നറോടുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഞാൻ കാണിക്കുന്നത് എൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. വെനസ്ഡേ നമ്മൾ രാവിലെ ഓഫീസിലൊക്കെ പോയി തിരിച്ചെത്തി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം, ഭയങ്കര ക്രേവിങ്സ് കേട്ടോ. രാത്രിത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞു, എന്നാലും ഭയങ്കര ക്രേവിങ്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ചില ദിവസങ്ങൾ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും ഓർഡർ ചെയ്യാണ്ടിരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പം ഞാൻ ജസ്റ്റ് വെള്ളം ഒക്കെ നനച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം 7:30 ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കണ്ടില്ലേ വെളിച്ചം, ഭയങ്കര വെളിച്ചമായിരുന്നു കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണ് ഭയങ്കര ലേറ്റായിട്ടാണ് രാത്രി ആവുന്നത് കേട്ടോ, അതായത് ഇരുടാവുന്നത്. ഇങ്ങനെ വെള്ളമൊക്കെ ചെടികൾക്ക് നനച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ചെടികൾക്ക് ഒരു ആരോഗ്യമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. പക്ഷെ നമ്മളൊരു വളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ബോൾസ് പോലത്തെ ഒരു സാധനം നമുക്ക് ചെടി മേടിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 ദിർഹംസ് എന്തോ ആണ് അതിന് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കണം എന്നാണ് പറയുന്നത്. അതൊരു ദിവസം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ചെടികളൊക്കെ ഭയങ്കര വെയിലായിട്ടാണ് തോന്നുന്നു, ഇങ്ങനെ വാടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വാടിയ പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടി കുറേ ചെടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് വയ്ക്കുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളെ ചെടികൾക്കൊക്കെ ഒരു എനർജി ഫീൽ ചെയ്യും കേട്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും. അങ്ങനെ കുറച്ച് നേരം ആ ചെടികളുടെ പരിപാലനമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്ത് വെറുതെ കുറേ നേരം നിന്ന് കേട്ടോ. ഇന്ന് നല്ല രസമുണ്ടായിരുന്നു സ്കൈ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും സൺസെറ്റിൻ്റെ ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു സ്കൈ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അവിടേക്കൊക്കെ നോക്കിയിരുന്നു. ഇപ്പം കുറേ നേരമൊന്നും ബാൽക്കണിയിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര പുഴുക്കാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ശരീരം ഇങ്ങനെ ഒരു സ്റ്റീമറിനുള്ളിൽ വെച്ച പോലത്തെ ഒരു ഫീലാണ്. ഈ റോഡ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ, എന്തൊരു ശാന്തമായിട്ടുള്ള റോഡാണ് ഇതിപ്പം. പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഈ റോഡിൽ ഭയങ്കര തിരക്കാവും. കാരണം ഇവിടെ കുറേ അധികം റോഡ്സ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാറൊക്കെ വരുന്ന റോഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കേട്ടോ, ഇപ്പോൾ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ അവിടെയാണ് നമ്മൾ എയർപോർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ എയർപോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള റോഡായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പം DXP ഒക്കെ ഉള്ള പോലത്തെ റോഡാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതന്നെ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നിവിടെ ഹോളിഡേ ആണ് കേട്ടോ. കാരണം ഇന്നിവിടെ മൊഹറം ഹോളിഡേയ്സ് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഹോളിഡേ ആയിരുന്നു, ഫ്രൈഡേ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോയിട്ടൊരു ഡോക്യുമെൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ മൂവിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്നൊരു സാധനം എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തന്നെ പോയി. എന്നിട്ടാണ് നമ്മൾ മൂവിക്ക് പോകുന്നത്. നമ്മളിന്ന് പോണ മൂവീൻ്റെ പേരാണ് മാർഗൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. വിജയ് ആൻ്റണീൻ്റെ മൂവിയാണ് കേട്ടോ, തമിഴ് മൂവിയാണ്. ഇങ്ങനെ ഒരു കോക്കൊക്കെ വാങ്ങിച്ച് നേരെ സിനിമയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല സിനിമയായിരുന്നു കേട്ടോ, ത്രില്ലർ മൂവിയായിരുന്നു. നിങ്ങൾ ത്രില്ലർ മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാവുന്ന മൂവിയായിരുന്നു കേട്ടോ. അതോടുകൂടി നമ്മൾ ഇന്നത്തെ റാൻഡം വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.